ഇന്നൊരു ഡേ മൈ ലൈഫ് ചെയ്യാച്ചിട്ടുണ്ട്. കുറേ വിചാരിക്കുന്നു, നടക്കണില്ല. അപ്പോൾ ഇന്നാണ് ഇപ്പം അതിനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ നീറ്റ് മുഖമൊക്കെ ഒന്ന് കഴുകി. അപ്പം ഞാനങ്ങനെ നേരത്തെ നീക്കുന്ന ആളൊന്നുമല്ല കേട്ടോ. അത് കാരണം നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണെന്ത് എത്ര വൈകിട്ടൊക്കെ നീക്കുന്നു. പക്ഷെ ഞാൻ അങ്ങനെയാണ് ഗെയ്സ്. നിന്നിട്ട് ഇതാ ഇന്ന് പീരീഡ്സ് ആയതുകൊണ്ട് ഞാൻ കുളിച്ചിട്ടാണ് കേട്ടോ അടുക്കളയിൽ കയറാറുള്ളത്. അപ്പോൾ ഇതാ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടൻ പോകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം. അപ്പോൾ ചായയും ദോശയൊക്കെ റെഡിയായി. എന്നിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് ഇതാ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു. എന്നിട്ട് ഇതാ ഏട്ടൻ കഴിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരമൊക്കെ അവിടെ പോയിരുന്നിട്ട് കുറച്ച് നേരം സംസാരിച്ചിട്ട് പിന്നെ ഇതാ ഏട്ടൻ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇതെൻ്റെ പൊന്നൂസ് നീറ്റ്. അപ്പോൾ അവൾ ടാറ്റ ഒക്കെ കൊടുക്കുകയാണ് അച്ചയ്ക്ക്. എന്നിട്ട് ഇതാ അച്ഛ ടാറ്റ പറഞ്ഞിട്ട് പോയി. അപ്പോൾ അതാ കഴിഞ്ഞ് ഞാൻ പാല് മേടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ പോയി മേടിക്കണം. പിന്നെ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫ്രിഡ്ജിൽ പാല് വെച്ചത് കേട്ടോ. അപ്പോൾ അത് എടുത്തു. എന്നിട്ട് പിന്നെ പൊന്നൂസ് പിന്നെയും ഒന്ന് പോയി കടന്നായിരുന്നു കേട്ടോ. പോയി കഴിഞ്ഞിട്ട് പിന്നെ അവൾ ഉറങ്ങി നീറ്റ് വന്നു. എന്നിട്ട് ഇതാ കുറച്ച് നേരം അവൾ അടുക്കളയിലൊക്കെ ഇങ്ങനെ വന്നിരുന്നിട്ട് അപ്പോഴേക്കും എൻ്റെ കണ്ണനാണിച്ച് സൂചി കുത്തിയായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ വേദന ഇനിയും മാറിയിട്ടില്ല. അപ്പോൾ അതിങ്ങനെ കരയണമ്മ, കൈ തട്ടി, കൈ വേദനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. എന്നിട്ട് അവൻ പിന്നെ നീറ്റു. എന്നിട്ട് ജനലൊക്കെ തുറന്നിട്ടു. പിന്നെ അത് അടുക്കളയിൽ പണിയിലായിരുന്നു കേട്ടോ. അപ്പോൾ വെണ്ണീറൊക്കെ ഒന്ന് കോരി. അപ്പോഴേക്കും ഇതിൻ്റെ ഉണ്ണിയോളിതാ പെയിൻ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർക്ക് രാവിലെ നീറ്റ് എന്തെങ്കിലുമൊക്കെ പണി വേണമല്ലോ. എന്നിട്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതാ തേങ്ങ പൊളിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങയുടെ വെള്ളമൊക്കെ കുടിച്ച് എന്നിട്ട് കുട്ടികൾക്കും കൊടുത്തു കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അത് വേറെ കാര്യം. എന്നിട്ട് ഇതാ തേങ്ങയൊക്കെ ചിരകയാണ്. ഇതിപ്പോൾ ഉണ്ടാക്കാൻ വിചാരിക്കണത് സാമ്പാറാണ് കേട്ടോ. സാമ്പാറും ദോശയാണ്. അപ്പോൾ അതാ സാമ്പാറൊക്കെ റെഡിയായി. എൻ്റെ സാമ്പാർ കണ്ടാലും ഞെട്ടിപ്പോകരുത് കേട്ടോ. അങ്ങനെയൊക്കെയാണ്. എന്നിട്ട് ഇതാ ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി കേക്കൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴേക്കും അടുപ്പത്ത് വെച്ചായിരുന്ന തീയൊക്കെ വെള്ളമൊക്കെ ഇതായിരുന്നു. അപ്പോൾ വേഗം അരിയൊക്കെ ഇട്ട് പിന്നെ അത് അടിച്ചൊരു തുടയ്ക്കാനൊക്കെ തുടങ്ങി. എന്നിട്ട് അത് കഴിഞ്ഞ് അടിച്ചൊരു തുടക്കി കഴിഞ്ഞിട്ട് പിന്നെ തിരുമ്പാണ്ടായിരുന്നു. അപ്പോൾ തിരുമ്പിടലൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും എൻ്റെ കണ്ണനൊക്കെ ഒന്ന് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ മടിയിൽ വെച്ചിരിക്കും. അവനിടയ്ക്ക് അങ്ങനെ കുഞ്ഞുവാവയായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ അവൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അമ്മ ഇന്ത്യ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. എന്നിട്ട് അവനൊക്കെ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഊണ് കഴിക്കാറായിട്ട്. അപ്പോൾ ഊണ് കഴിക്കാൻ ചോറ്, സാമ്പാർ, മാന്തൾ വറുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. പൊന്നുസിന് ഇപ്പോൾ വേണ്ട അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് മതി കേട്ടോ. എന്നിട്ട് ഞങ്ങളും കണ്ണനൊക്കെ കഴിച്ചു. അപ്പോഴേക്കും പിന്നെ അവൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് വാരി തരണം പറഞ്ഞു കേട്ടോ. ലീവുള്ളപ്പോൾ അങ്ങനെയാണ്, ഇടയ്ക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ. എന്നിട്ട് അവൾക്ക് വാരിയൊക്കെ കൊടുത്ത് എന്നിട്ട് പിന്നെ അടുക്കളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു കേട്ടോ. ഉച്ചയ്ക്ക് ചെയ്താലും പിന്നെയും രാത്രി പിന്നെ ആദ്യം ചെയ്യണം കേട്ടോ. രാത്രി അത്ര പണിയില്ലാത്തതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് പിന്നെ ഞാനെൻ്റെ കണ്ണനൊക്കെ ഒന്ന് കുറച്ച് നേരം ഉറങ്ങിയിട്ട് എന്നിട്ട് ഉറങ്ങി നീറ്റിട്ട് പൊന്നൂസ് ഉറങ്ങുകയൊന്നും ചെയ്തില്ല. അവൾ കളിച്ചുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എന്താ പറയുക, ഞാൻ പൊന്നൂസൊക്കെ കൂടിയിട്ട് തുണികളൊക്കെ എടുത്ത് തേച്ചു. മഴ വരുന്നില്ല, ചെറുതായിട്ടൊരു മൂടലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്യുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ പെയ്തില്ല കേട്ടോ. എന്നിട്ട് അവൾ ഇതാ തുണികളൊക്കെ എടുക്കാനൊക്കെ കൂടി. അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് ഇതാണ്ടല്ലേ, ചെറുതായിട്ടൊരു മഴ മൂടലുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങളിങ്ങനെ വൈകുന്നേരത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് പിന്നെ ചായക്ക് വെക്കുകയാണ് കേട്ടോ. ചായക്ക് ഇന്ന് പൂളക്കിഴങ്ങ് മേടിച്ചായിരുന്നു. അപ്പോൾ പൂളക്കിഴങ്ങും എന്താ പറയുക കാന്താരി ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ നന്നായിട്ടൊക്കെ ഒന്ന് കഴിച്ചു കേട്ടോ. എന്നിട്ട് കഴിഞ്ഞിട്ട് പൊന്നൂസിൻ്റെ തലമുടിയൊക്കെ ഒന്ന് ചീന്തി പേനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പേനൊക്കെ ചീന്തി എന്നിട്ട് മുടിയൊക്കെ കെട്ടി കൊടുത്തു. പിന്നെ ഞാൻ വൈകുന്നേരത്ത് മുടിയൊക്കെ മടഞ്ഞിടാറുണ്ട്, പക്ഷെ ഇന്ന് ചെയ്തില്ല കേട്ടോ. അങ്ങനെ തോന്നുമ്പോൾ മാത്രമേ ചെയ്യുള്ളൂ. എന്നിട്ട് പിന്നെ അതാ അകായൊക്കെ അടിച്ചവരി, മിറ്റൊക്കെ അടിച്ചവരി. അപ്പോഴേക്കും കണ്ണൻകുട്ടി നീറ്റ്. ഇപ്പോൾ അവനും കഴിക്കാനൊക്കെ കൊടുത്ത് അപ്പോഴേക്കും ഇതാ രാത്രിയായി കേട്ടോ. 7 മണിയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പൊന്നൂസിനെ പഠിപ്പിക്കാനൊക്കെ ഇരുന്നു. പിന്നെ അവൾക്ക് ചോറിന് അവൾക്ക് മീൻ ഇഷ്ടമല്ല. അപ്പോൾ കാരണം അവൾക്ക് ഉരുളൻകിഴങ്ങ് ഉണ്ടാക്കി താൻ പറഞ്ഞു. ഉരുളൻകിഴങ്ങൊക്കെ ഇതാക്കി. അപ്പോൾ അവൾ തന്നെ ഏട്ടൻ നുറുക്കണതൊക്കെ എന്നിട്ട് അവൾക്ക് കഴിക്കാൻ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാനും കണ്ണനൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ പിന്നെ രാത്രി ബിഗ് ബോസൊക്കെ കണ്ടു കേട്ടോ. നിങ്ങൾ കാണാറുണ്ട് ബിഗ് ബോസൊക്കെ. എന്നിട്ട് പിന്നെ അതാ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ ഏട്ടന് കുളിക്കാനൊക്കെ വെള്ളം വെച്ചു. അപ്പോൾ അവർക്ക് കുളിക്കാൻ വെള്ളം വേണം രാത്രി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പൊന്നൂസ് പറഞ്ഞ അമ്മയ്ക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കി താന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവളും അങ്ങനെ നാരങ്ങ വെള്ളം ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ മറ്റേ വലിയ നാരങ്ങ കൊണ്ടാണ് കേട്ടോ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയത്. എന്നിട്ട് അവൾക്ക് ഉണ്ടാക്കി കുടിച്ചപ്പോഴേക്കും ഇത് ഏട്ടൻ വന്നു. എന്നിട്ട് ഞങ്ങൾ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോഴേക്കും ഏട്ടന് കഴിക്കാനൊക്കെ കൊടുത്തു. എന്നിട്ട്
പിന്നെ അടുക്കളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ പോയി കിടന്നു ഗെയ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.